നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം കണ്ണൂർ കൂടാളി കുംഭം കവലയിലുണ്ടായ വാഹനാപകടം, അതിൽ യുവാക്കളുടെ ജീവൻ പൊലിഞ്ഞ സംഭവം വളരെയധികം വേദനാജനകമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നിർണായകമായ ചില വിവരങ്ങൾ പുറത്തുവരികയാണ്. സംഭവത്തിൽ അപകടത്തിലേക്ക് നയിച്ചത് മറ്റൊരു കാർ എന്ന കണ്ടെത്തലാണ് അന്വേഷണ സംഘം നടത്തിയിരിക്കുന്നത്. എതിരെ വന്ന കാറ് ലൈറ്റ് ഡിപ്പ് ചെയ്തില്ല. ഇതോടെ ഈ അപകടത്തിൽപ്പെട്ട വാഹനത്തിന്റെ കാർ ഓടിച്ചിരുന്ന പരം ഛേത്രിയുടെ കാഴ്ച മങ്ങി. അപ്പോഴാണ് കാർ നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ചതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അപകടമുണ്ടാക്കിയ കാർ കടന്നു കളഞ്ഞു. ആ കാറിനായുള്ള തിരച്ചിൽ നടക്കുകയാണ്. എതിരെ നിന്ന് ഓവർടേക്ക് ചെയ്ത് കയറിയ കാറിന്റെ ലൈറ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിരുന്നുവെങ്കിൽ റോഡിൽ ഇവരുടെ ജീവൻ പൊലിയില്ലായിരുന്നു എന്ന വേദന മാത്രം ബാക്കിയാവുകയാണ്. വെള്ളിയാഴ്ച രാത്രി 11:30-ഓടെയാണ് കുംഭം കവലയിൽ നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ച് കണ്ണൂർ അഴീക്കോട് സ്വദേശി ഷാൻ സിറാജ് 22 വയസ്സ്, കാഞ്ഞങ്ങാട് സ്വദേശി മുഹമ്മദ് റിസ്വാൻ 22 വയസ്സ്, തൃശൂർ പൂങ്കുന്നം സ്വദേശി ആദിത്യ കൃഷ്ണദീപ് 21 വയസ്സ്, യുപിയിൽ നിന്നുള്ള പരം ഛേത്രി 22 വയസ്സ്, ഹൈദരാബാദ് സ്വദേശി സാദുരി ഹർഷവർദ്ധൻ എന്നിവർ മരിച്ചത്. ചില മാസങ്ങൾക്ക് മുൻപ് ബംഗളൂരു യലഹങ്ക VSM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് പഠിച്ചിറങ്ങിയവരായിരുന്നു ഈ 5 പേരും. ഷാനിന്റെ പിതൃ സഹോദരന്റെ മകളുടെ വിവാഹത്തിനായി വെള്ളിയാഴ്ച ഉച്ചയോടെ ബംഗളൂരിൽ നിന്ന് പുറപ്പെട്ടതായിരുന്നു ഈ 5 പേർ. ആഘോഷത്തോടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ സന്തോഷത്തോടെ ഇങ്ങോട്ടേക്ക് യാത്ര തിരിച്ചവരാണ് വീട്ടിലെത്താൻ അരമണിക്കൂർ ബാക്കി നിൽക്കെ അപകടത്തിൽ മരിച്ചത്. എന്തായാലും ഇവരുടെ അപകട മരണത്തെ തുടർന്ന് ഇന്നലെ നടക്കാനിരുന്ന വിവാഹം മാറ്റിവെക്കുകയുണ്ടായി. ബംഗളൂരിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ഈയിടെ ജോലി നേടിയ ഷാൻ അഴീക്കോട് കോളനി ഗേറ്റ് ചക്കരപ്പാറ റോഡിൽ മന്നത്ത് വീട്ടിൽ KP സിറാജിന്റെയും മാളിയേക്കൽ ഷംനയുടെയും മകനാണ്. എന്തായാലും അന്വേഷണ സംഘം നിർണായകമായ കണ്ടെത്തലാണ് നടത്തിയിരിക്കുന്നത്. എതിരെ വന്ന വാഹനം ലൈറ്റ് ഡിപ്പ് ചെയ്യാതിരുന്നതാണ് കാഴ്ച മങ്ങി വലിയൊരു അപകടത്തിലേക്ക് നയിക്കപ്പെട്ടത്. 5 ജീവനുകളാണ് പൊലിഞ്ഞത്. എന്തായാലും മോട്ടോർ വാഹന നിയമപ്രകാരം എതിരെ വാഹനം വരുമ്പോൾ ലൈറ്റ് ഡിപ്പ് ചെയ്യാതിരിക്കുന്നത് കേന്ദ്ര മോട്ടോർ വാഹന നിയമം 21 അനുസരിച്ചുള്ള കുറ്റമാണ്. ഡ്രൈവറുടെ ലൈസൻസ് വരെ സസ്പെൻഡ് ചെയ്യാവുന്ന കുറ്റകൃത്യമാണത്. പിഴ ഈടാക്കാൻ സാധ്യതയുണ്ട്. അപകടമുണ്ടെങ്കിൽ നിയമ നടപടികളിൽ ശിക്ഷയെ നേരിടേണ്ടി വരും. അതുകൊണ്ട് റോഡിൽ ഇറങ്ങുന്നവർ ഈ ചെറിയ നമ്മൾ നിസ്സാരമെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളുമായിരിക്കും പലപ്പോഴും പലരുടെയും ജീവൻ എടുക്കുന്നതെന്നത് ഈ സംഭവത്തിൽ നിന്ന് തന്നെ വ്യക്തമാവുകയാണ്. അനാവശ്യമായ ഓവർടേക്കിംഗ് മോട്ടോർ വാഹന നിയമപ്രകാരം കുറ്റമാണ്. ലൈസൻസ് സസ്പെൻഡ് ചെയ്യും, പിഴയും ഈടാക്കും. ഇതും അപകടത്തിലേക്ക് നയിച്ചാൽ അത് പ്രകാരമുള്ള ശിക്ഷയും അനുഭവിക്കേണ്ടി വരും. എന്തായാലും ഒരു കാറാണ് 5 പേരുള്ള ഒരു കാറുകാരനാണ് 5 പേരുടെ ജീവൻ എടുത്തതെന്ന വിവരമാണ് പുറത്തു വരുന്നത്. എന്തായാലും ആ കാറ് കണ്ടെത്താനുള്ള ശ്രമമാണ് അന്വേഷണ സംഘം നടത്തുന്നത്. കൂട്ടുകാരോടൊപ്പം വീട്ടിലെത്തും, ഭക്ഷണം തയ്യാറാക്കി വയ്ക്കണമെന്ന് ഉപ്പയോട് വിളിച്ചു പറഞ്ഞാണ് മുഹമ്മദ് റിസ്വാൻ അവസാനമായി ഫോൺ വെച്ചത്. രാത്രി 11-നാണ് പിതാവ് B ബഷീറിനെ വിളിച്ച് റിസ്വാൻ കൂട്ടുകാരോടൊപ്പം നാട്ടിലേക്ക് വരുന്നുവെന്ന വിവരം അറിയിച്ചത്. കോൾ കട്ട് ചെയ്ത് 20 മിനിറ്റിനുള്ളിൽ അപകടം. കാറിലാണ് വരുന്നതെന്ന് അറിഞ്ഞ് വളരെ ശ്രദ്ധിച്ച് വാഹനം ഓടിക്കണമെന്ന നിർദ്ദേശം സ്വാഭാവികമായിട്ടും വീട്ടുകാർ നൽകും. അത്തരത്തിലൊരു നിർദ്ദേശം അത് ഈ കുട്ടികൾക്ക് നൽകിയിരുന്നു. പക്ഷേ വിധി അവർക്കായി കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു. കണ്ണൂരിൽ ഇന്ന് നടക്കുന്ന ഷാൻ സിറാജിന്റെ ബന്ധുവിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുവാനായിരുന്നു കൂട്ടുകാരോടൊപ്പം റിസ്വാനും പുറപ്പെട്ടത്. എന്തായാലും ആ വിവാഹ പന്തലിലേക്ക് അല്ലെങ്കിൽ വിവാഹ വീട്ടിലേക്കും വളരെ ഇടുത്തി പോലെയാണ് ഈ വാർത്ത വന്നു വീണത്. ഷാൻ സിറാജിനെ വീട്ടിലാക്കി കാഞ്ഞങ്ങാട് അരയിലെ വീട്ടിലേക്ക് കൂട്ടുകാരോടൊപ്പം വരുമെന്നായിരുന്നു റിസ്വാൻ പിതാവിനോട് പറഞ്ഞത്. മകനെയും കൂട്ടുകാരെയും സ്വീകരിക്കാൻ വീട്ടിൽ ഏർപ്പാടുകളും ബഷീർ ചെയ്തിരുന്നു. പക്ഷേ മറ്റൊന്നായിരുന്നു സംഭവിച്ചത്. ഇവിടെ നിന്ന് ഞായറാഴ്ച കണ്ണൂരിലേക്ക് വിവാഹത്തിലേക്ക് പോവുക, വിവാഹത്തിന് പങ്കെടുക്കാൻ പോവുക എന്ന പ്ലാനായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. എന്നാൽ എല്ലാവരെയും കണ്ണീരിലാഴ്ത്തി മകൻ്റെ മരണ വാർത്ത, മകൻ്റെ മാത്രമല്ല കൂടെയുള്ളവരെ മരണ വാർത്തയാണ് ബഷീറിനെയും തേടിയെത്തിയത്. വളരെ വേദനാജനകമായ സംഭവം. അപകടം നടന്ന ശേഷം അവസാനമായി തിരിച്ചറിഞ്ഞത് റിസ്വാനെയായിരുന്നു. 3:30-ക്കാണ് പോലീസ് ബഷീറിനെ വിളിച്ച് മകൻ അപകടത്തിൽ പരിക്കേറ്റെന്നും കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് വരണമെന്നും പറഞ്ഞത്. വിവരമറിഞ്ഞ ഉടൻ തന്നെ ബഷീർ കണ്ണൂരിലേക്ക് തിരിച്ചു. പിന്നാലെ നാട്ടുകാരനായ ജലീലും ഉണ്ടായിരുന്നു. കണ്ണൂരിലെത്തിയ ശേഷമാണ് മകന്റെ മരണ വാർത്ത ബഷീർ അറിഞ്ഞത്. 2 ആഴ്ച മുൻപാണ് വീട്ടിൽ നിന്ന് റിസ്വാൻ ബംഗളൂരിലെത്തിയത്. 2 പരീക്ഷകൾ ഉണ്ടായിരുന്നു. ഇതിനുവേണ്ടിയാണ് ബംഗളൂരു യലഹങ്കയിലെ VSM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലേക്ക് പോയത്. എന്തായാലും വളരെ വേദനാജനകം. 5 വീടുകളാണ് ദുഃഖത്തിലാണ്ടിരിക്കുന്നത്. 5 വീടുകളിലെ കുട്ടികൾക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലെ റോഡ് നിയമം പാലിക്കാതിരുന്ന എതിരെ വന്ന കാറുകാരനെ കണ്ടെത്തി തക്കതായി ശിക്ഷ കൊടുക്കേണ്ടിയിരിക്കുന്നു. 5 ജീവനുകൾ പൊലിയാൻ കാരണക്കാരനായത് ആ വ്യക്തിയാണെന്ന കാര്യത്തിൽ സംശയമില്ല. നിസ്സാരമെന്ന് വിചാരിക്കുന്ന ട്രാഫിക് നിയമങ്ങളാണ് വലിയ രീതിയിൽ അപകടത്തിലേക്ക് നയിക്കുന്നതെന്നത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഇന്നലെ വൈകിട്ട് നിക്കാഹും അതിനോടനുബന്ധിച്ചുള്ള കൈകൊട്ടിപ്പാട്ടുകളും ആഹ്ലാദവും ഒക്കെ നടക്കേണ്ടിയിരുന്ന വീട്ടുമുറ്റത്തേക്കാണ് ഈ ഉറ്റവരുടെ മരണ വാർത്ത എത്തിയത്. ചേതനേറ്റ ശരീരം ആ വീടുകളിലേക്ക് എത്തിച്ചപ്പോൾ
ദുഃഖം തളം കെട്ടി നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നിക്കാഹും കല്യാണ ചടങ്ങുകളും ഇരിക്കവെയാണ് ഇത്തരത്തിൽ വലിയൊരു അപകടമുണ്ടായത്. ഷാനിന്റെ പിതാവ് സിറാജിന്റെ സഹോദരൻ റിയാസിന്റെ വീട്ടിലാണ് മൃതദേഹം ആദ്യം എത്തിച്ചത്. ഇവിടെയാണ് കല്യാണം നടക്കേണ്ടിയിരുന്നത്. കല്യാണം മാറ്റിവെച്ചു. ഈ കല്യാണ വീട്ടിലേക്ക് തന്നെയാണ് മൃതദേഹം ആദ്യമായി കൊണ്ടുവന്നത്. പൊതുദർശനത്തിന് ശേഷം ഷാനിന്റെ വീട്ടിലും എത്തിക്കുകയുണ്ടായി. തുടർന്ന് ചക്കരപ്പാറ സുമാ മസ്ജിദിൽ ജനാസ നമസ്കാരത്തിന് ശേഷം പള്ളിയാമൂല ഖബർസ്ഥാനിൽ ഖബറടക്കി. ബംഗളൂരിൽ നിന്നുള്ള സുഹൃത്തുക്കളും ഒട്ടേറെ വാഹനങ്ങളായി വീട്ടിലെത്തി അവർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. പോലീസ് ഇൻക്വസ്റ്റിനും ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങുകയായിരുന്നു. ഉച്ചയ്ക്ക് മുൻപ് തന്നെ കോളനി ഗേറ്റ് ചക്കരപ്പാറ റോഡിലെ മഞ്ഞത്ത് വീട്ടിൽ മൃതദേഹം എത്തിച്ചിരുന്നു. 100 കണക്കിന് ആളുകൾ, രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖരും അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. എന്തായാലും നടക്കുന്ന ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. ഏറെ വേദനാജനകമാണ്. വിവാഹത്തിൽ പങ്കെടുക്കാൻ സന്തോഷത്തോടെ തിരിച്ച 5 യുവാക്കൾക്കാണ് ജീവൻ നഷ്ടമായത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.